വയനാടിന് കൈത്താങ്ങാകാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് സ്വരൂപിച്ച ധനസഹായം കൈമാറി. ചെറുപുഴയിലെ ഹോട്ടൽ ഫുഡ് പാലസുമായി സഹകരിച്ച് രാവിലെ 9 മുതൽ 12 മണി വരെ ലഭിച്ച മുഴുവൻ വിറ്റുവരവ് സമാഹരിച്ചാണ് വയനാടിനെ സഹായിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് രംഗത്തിറങ്ങിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന് ഹോട്ടൽ ഫുഡ് പാലസ് ശ്രീ സാദിലി ഇന്ന് വിട്ടു തന്നിരിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള 3 മണിക്കൂറത്തെ മുഴുവൻ കച്ചവടത്തിൻ്റെ മുഴുവൻ തുകയും, ലാഭവിഹിതം മാത്രമല്ല കച്ചവടത്തിൻ്റെ മുഴുവൻ തുകയും ഏകോപന സമിതി യൂത്ത് വിങ്ങിലൂടെ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൈമാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹോട്ടൽ മുഴുവനായി വിട്ടു തന്നിരിക്കുന്നു. ഈ അവസരത്തിൽ ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഇനി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് കടന്നു വരാവുന്നതാണ്. ഫുഡ് പാലസിലൂടെ വയനാടിന് ഒരു കൈത്താങ്ങാകാൻ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. സമാഹരിച്ച ധനസഹായം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയിൽ നിന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ഏറ്റുവാങ്ങി. ഏകോപന സമിതി വയനാട് ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തിൻ്റെ സമയമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇന്നുമായിട്ട് ചെറുപുഴ യൂണിറ്റിലെ എല്ലാ വ്യാപാരി മെമ്പർമാരെയും കണ്ട് ദുരിതാശ്വാസ നിധി സമാഹരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതിനിടയിലാണ് വ്യത്യസ്തമായ ഒരു പരിപാടി എന്ന നിലയിൽ ചെറുപുഴയിലെ ഫുഡ് പാലസ് എന്ന സ്ഥാപനം NDP ഷാദിലിയുടെ ഉടമസ്ഥതയുള്ള ഈ ഹോട്ടലിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഭക്ഷണം കഴിക്കുന്നവർ നൽകുന്ന തുക മുഴുവനായിട്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുവാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിനെ ഏൽപ്പിക്കുകയാണ്. അതിലെല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ സമാഹരിക്കുന്ന തുകയും മെമ്പർമാർ നൽകുന്ന തുകയും എല്ലാം സമാഹരിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും 1 കോടി രൂപയുടെ സഹായമാണ് വയനാട്ടിലേക്ക് നൽകുവാൻ വേണ്ടി സംഘടനയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി യൂണിറ്റ് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ജില്ലാ പ്രസിഡന്റ് ചെറുപുഴ മേഖലയിൽ സന്ദർശനം നടത്തുമ്പോൾ ഈ തുക സമാഹരിച്ച് ജില്ലാ പ്രസിഡന്റ് നൽകുവാനാണ് ശ്രമിച്ചു വരുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി എല്ലാ മെമ്പർമാരും സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫുഡ് പാലസ് വ്യത്യസ്തമായ രീതിയിലൂടെയും സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെയും ഇവിടുത്തെ സ്റ്റാഫിനെയും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ATV രാജേഷ്, ജിഷ്ണു രാജൻ, TV അൻസാർ, MDP ഷാദുലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.